കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ചെവി തിന്നോണ്ടിരിക്കുക. മനസ്സിലായില്ല. അത് സ്വന്തം ചെവി നഷ്ടപ്പെടുമ്പോ മനസ്സിലായിക്കോളൂ. എന്താ ഭാവന? എന്തോ അർത്ഥം വെച്ചാണല്ലോ ജാനകി സംസാരിക്കുന്നത്. ആന്റി വെറുതെ വല്യമ്മ സംശയിക്കണ്ട. ഞങ്ങൾ എവിടെയാണ് പോയതെന്നും എന്തിനാണ് പോയതെന്നും ഒക്കെ ആന്റി വൈകാതെ അറിഞ്ഞോളൂ. എന്നാലും ഒരു കാര്യം ഞാൻ പറയാം. എന്നെ കിഡ്നാപ്പ് ചെയ്തത് ആരാണെന്നും എന്തിനു വേണ്ടിയാണെന്നുള്ള അന്വേഷണത്തിലായിരുന്നു ഞങ്ങൾ. ഏതാണ്ട് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടുണ്ട്. ഒരല്പം ജോലി കൂടി ബാക്കിയുണ്ട്. അത് കഴിഞ്ഞ് ആന്റി അറിഞ്ഞോളൂ. ആന്റിയോ ഞാനോ കരുതുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങൾ. എന്തായാലും എല്ലാം ഒന്ന് കലങ്ങി തെളിയേണ്ടതുണ്ട്. അതുവരെ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് മാനസയെ ഒന്ന് കാണണം. അവളുടെ സഹായം ഇപ്പൊ എനിക്ക് ആവശ്യം. ഞാനൊന്ന് അവളെ കണ്ടിട്ട് വരാം. വല്യമ്മ ചെല്ലുമോളെ. ആ ഒന്ന് നിന്നേ. ജയേ, ഇതുപോലൊരു മരുമകളെ കിട്ടിയ നീയാണ് ഭാഗ്യവതി. എന്തുകൊണ്ടും നിന്റെ മകന് ചേർന്നവൾ തന്നെയാ ഭാവന. കാരണം അവൾ അത്രമാത്രം ഈ കുടുംബത്തെയും ഇവിടുത്തെ ഓരോ വ്യക്തികളെയും സ്നേഹിക്കുന്നുണ്ട്. നീ എന്താ ഭാവനയ്ക്ക് ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണോ? പഴയ ജാനകിയെ മറന്നിട്ടൊന്നുമില്ലല്ലോ. പഴയ ജാനകിയെ ഞാൻ എന്നേ മറന്നു ജയേ. പക്ഷേ നിനക്കാണ് പഴയ ജയനിർമ്മലെ മറക്കാനും മാറ്റാനും പറ്റാത്തത്. ഭാവനയോടൊപ്പം കൂടിയപ്പോഴാ ഞാൻ ശരിക്കും ഒരു മനുഷ്യ സ്ത്രീ ആയത്. അതറിയോ? ഇപ്പം ഭാവനയെ ഞാൻ എന്റെ ഭർത്താവിന്റെ അനുജന്റെ